നമസ്കാരം. ഒരു അമേരിക്കൻ പ്രസിഡന്റ് എന്ന് വെച്ചാൽ ലോക പോലീസാണെന്നാണ് വെപ്പ്. ചെയ്യുന്നതൊക്കെ കള്ളന്മാരുടെ പണിയാണെങ്കിലും കിഡ്നാപ്പ് ചെയ്യുക, എണ്ണ സമ്പത്ത് കൊള്ളയടിക്കുക, പിന്നെ രാജ്യങ്ങളെ കീഴടക്കുക, അവിടെ കടന്നു കയറുക, ഇതൊക്കെയാണല്ലോ പരിപാടികൾ. അങ്ങനെയൊക്കെ ചെയ്യുമെങ്കിലും പലപ്പോഴും ഈ ലോക പോലീസായിട്ട് വന്നിട്ട് ഈ മട്ടിൽ ആധിപത്യം സ്ഥാപിച്ചു പോവുക എന്നുള്ള ഒരു ശീലം അവർക്ക് പണ്ടേ ഉണ്ട്. എന്നാൽ ഡൊണാൾഡ് ട്രംപ് ഇപ്പം വെല്ലുവിളി നേരിടുന്നതും അതിൻ്റെ തുടർച്ചയായിട്ടുള്ള സംഭവങ്ങളും അതിനുപോലും പറ്റാത്ത ആൾക്കാരായി അമേരിക്കയുടെ പ്രസിഡന്റുമാരെ കാറ്റഗറൈസ് ചെയ്യുന്ന അവസ്ഥയാണ്. രാജ്യം മോഷ്ടിച്ചെടുക്കാനും ദ്വീപ് കവർന്നെടുക്കാനും ഒക്കെ ഭീഷണിയുമായി പോലീസിൻ്റെ ഒരു എടുപ്പൊക്കെ എടുത്തിട്ട് അങ്ങ് പോകും. ഒടുക്കം തിരിച്ചടി വരുമ്പോൾ താങ്ങൂലാന്ന് വരുമ്പോൾ ഓടി രക്ഷപ്പെടും. വർത്തമാന ലോകത്തിന് ചേരാത്തൊരു പ്രസിഡൻ്റായി ഇങ്ങനെ ട്രംപ് നിൽക്കുകയാണ്. ആകപ്പാടെ വെനസ്വേലയിൽ നിന്ന് മഡുറോയെ തട്ടിക്കൊണ്ടുപോയത് മാത്രമാണ് മെച്ചം. അത് ഒഴിച്ചാൽ മൊത്തത്തിൽ കഷ്ടകാലമാണ്. ഇറാനിൽ നിന്ന് തിരിഞ്ഞോടി ഗ്രീൻലാൻഡ് തട്ടിയെടുക്കാനുള്ള നീക്കം പാളി ഒടുവിൽ നിലവിൽ എന്ത് ചെയ്യും എന്ന് അറിയാതെ സ്തംഭിച്ച് നിൽക്കുകയാണ്. ഒരേ സമയം ഗ്രീൻലാൻഡിൽ നിന്ന് ഇറാനെ വെല്ലുവിളിക്കുന്നുമുണ്ട്. ആദ്യം ഇറാനിൽ നിന്ന് നമുക്ക് ഈ വീഡിയോ തുടങ്ങാം. ഇറാനിലെ നിലവിലെ സ്ഥിതി എന്താണ് എന്ന്. മഡുറോയെ പോലെ ഖൊമേനിയെ തട്ടിക്കൊണ്ടുപോകാൻ പരിപാടി എന്നാണ് ഒടുക്കം വന്ന വാർത്ത. അങ്ങനെ ഇറാനെ കൈപ്പിടിയിലാക്കാനാണ് അത്ര പരിപാടി. അവിടെ കടന്നു കയറും, അവിടുത്തെ പ്രക്ഷോഭരെ നേരിടുന്നതിനെതിരെ ഞങ്ങളത് അവിടെ വരും, നിങ്ങളൊക്കെ കാത്തു നിന്നോന്നൊക്കെ പറഞ്ഞ് ട്രംപ് വാഗ്ദാനമൊക്കെ ചെയ്തെങ്കിലും സംഗതി അത്ര പന്തിയല്ല എന്ന് നെതന്യാഹു ഒക്കെ പറഞ്ഞു. അപ്പുറത്താണെങ്കിൽ വേറെ ആളുകളൊക്കെ സഖ്യം കൂടി നിൽക്കുകയാണ്. ഇറാനാണെങ്കിൽ പിന്തിരിഞ്ഞു പോകില്ല, ഒടുക്കം ഓടി രക്ഷപ്പെട്ടു. എന്നാലും വെല്ലുവിളിക്ക് ഒരു കുറവില്ല, ഖൊമേനിയെ തട്ടിക്കൊണ്ടുപോകുന്നതാണ് പറയുന്നത്. ഇപ്പോഴാണ് ഖൊമേനിയെ തട്ടിക്കൊണ്ടുപോയാൽ എന്താണ് സംഭവം ഉണ്ടാവുക എന്ന് പറഞ്ഞ് ഇറാൻ നിലപാട് വ്യക്തമാക്കിയത്. ഇറാൻ പ്രസിഡന്റ് നേരിട്ട് പെഷസ്ക്യാൻ രംഗത്തെത്തി. രാഷ്ട്രത്തലവനെ തട്ടിക്കൊണ്ടുപോയാൽ യുദ്ധം എന്നാണ് അദ്ദേഹത്തിൻ്റെ പ്രഖ്യാപനം. മസൂദ് പെഷസ്ക്യാൻ എക്സിൽ കുറിച്ച വരികളാണ് അമേരിക്ക ഇപ്പോൾ തുറച്ചു നോക്കുന്നത്. അദ്ദേഹം ഇങ്ങനെയാണ് പറഞ്ഞത്: ഏതെങ്കിലും തരത്തിൽ ഇറാന് നേരെ അനീതിയോടെയുള്ള ആക്രമണം ഉണ്ടായാൽ പ്രതികരണം കഠിനമായിരിക്കും. പരമോന്നത നേതാവ് അയത്തുള്ള അലി ഖൊമേനിക്കെതിരെ ഏതൊരാക്രമണം ഉണ്ടായാലും ഇറാനെതിരായ യുദ്ധത്തിൻ്റെ തുടക്കമായി കണക്കാക്കും. ഇറാനിലെ ജനങ്ങൾ നേരിടുന്ന ബുദ്ധിമുട്ടുകളുടെ പ്രധാന കാരണം അമേരിക്കൻ സർക്കാരും സഖ്യകക്ഷികളും ദീർഘകാലമായി ഏർപ്പെടുത്തിയിരിക്കുന്ന മനുഷ്യവിരുദ്ധമായ ഉപരോധങ്ങളാണ്. അതുകൊണ്ട് ഈ ആക്രമണം ഉണ്ടായാൽ ഞങ്ങൾ തിരിച്ചാക്രമിക്കും. അത് ലോകത്തെ തന്നെ ബുദ്ധിമുട്ടിലാക്കുന്ന യുദ്ധമായി മാറിയേക്കാം എന്നുള്ള കടുത്ത നിലപാടാണ് പെഷസ്ക്യാൻ പറഞ്ഞത്. രാജ്യദ്രോഹികളുടെ നട്ടലൊടിക്കുമെന്ന പ്രക്ഷോഭകരുടെ ഈ അമേരിക്കൻ പിന്തുണയോടെയുള്ള പ്രക്ഷോഭകർക്കെതിരായ ഖൊമേനിയുടെ പ്രഖ്യാപനത്തിന് പിന്നാലെയാണ് പെഷസ്ക്യാൻ്റെ അമേരിക്കക്ക് മുന്നറിയിപ്പുമായി രംഗത്തെത്തിയുള്ള വാക്കുകൾ. എന്നാൽ രാജ്യത്തെ പ്രക്ഷോഭങ്ങളുടെ അവസ്ഥ എന്താണ്? ഇറാനിലെ രക്ഷിക്കാൻ വരും എന്ന ട്രംപിൻ്റെ വാക്കും കേട്ട് ഇറാനിൽ പ്രക്ഷോഭത്തിന് കൂടുതൽ ആവേശത്തോടെ ഇറങ്ങിയ രണ്ടാം ഘട്ടത്തിൽ ഇറങ്ങിയ ഒരു വലിയ വിഭാഗം നിരാശയിലാണത്രേ. അമേരിക്കയുടെ വാക്ക് ചാക്ക് പോലെയാണ് എന്ന് അവരിപ്പോൾ കരുതുന്നു. അവരെ ഇളക്കിവിട്ട ആളുകൾ നോബൽ സമ്മാനമൊക്കെ നേടി അതൊക്കെ വാങ്ങിച്ച് വിദേശത്ത് സുഖിച്ച് കഴിയുകയുമാണ്. പ്രതിപക്ഷ നേതാവ് മച്ചാഡോ ഒക്കെ പുറത്താണല്ലോ, അവർക്കിങ്ങനെ പറഞ്ഞാൽ മതിയല്ലോ, നാട്ടിൽ ഇങ്ങനെ ആളുകളെ വിളിച്ചിറക്കി പ്രകോപിപ്പിച്ചിറക്കിയാൽ മതിയല്ലോ. വെല്ലുവിളിക്ക് ശേഷം ട്രംപ് ആണെങ്കിൽ പിന്മാറിക്കളയുകയും ചെയ്തു. ഇറാനിൽ ഖൊമേനിയോട് എതിരഭിപ്രായമുള്ളവർ ഉണ്ട് എന്നത് ഒരു യാഥാർത്ഥ്യമാണ്. അതിനനുസരിച്ചിട്ടുള്ള പ്രക്ഷോഭങ്ങൾ അവിടെ ഉണ്ടായിരുന്നു. തൊഴിലാളി സംഘടനകളൊക്കെ പ്രക്ഷോഭവുമായി എത്തിയിരുന്നു. എന്നാൽ ഇതിൽ വിദേശ ശക്തികൾ ഇടപെട്ട് തുടങ്ങിയപ്പം അവരൊക്കെ പിൻവാങ്ങുകയും ചെയ്തു. അവിടെ അഭിപ്രായ സ്വാതന്ത്ര്യത്തിന് മേൽ, പ്രതിഷേധത്തിന് മേൽ ഒക്കെ ഖൊമേനിയുടെ ഭരണകൂടം വലിയ തിരിച്ചടികൾ നൽകുന്നുണ്ട്. ആളുകൾക്ക് ബുദ്ധിമുട്ടൊക്കെ ഉണ്ട്. പക്ഷേ അതിനപ്പുറത്തൊരു പരമാധികാര രാഷ്ട്രത്തിന് മേൽ നടത്തുന്ന ഇടപെടൽ അംഗീകരിക്കുന്നവരല്ല രാജ്യക്കാർ. എന്നാൽ അതിനപ്പുറത്ത് അമേരിക്കയുടെ വാക്ക് കേട്ട് പ്രക്ഷോഭത്തിന് ഇറങ്ങിയ മച്ചാഡോയിസ്റ്റുകളാണ് ഇപ്പോൾ ഇറാനിൽ കുഴപ്പത്തിലായിരിക്കുന്നത് എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. ബഹുഭൂരിപക്ഷവും അമേരിക്കയുടെയും ഇസ്രായേലിൻ്റെയും ഇടപെടലുകളെ എതിർക്കുന്നവരാണ് എന്നുള്ള യാഥാർത്ഥ്യമാണ് രാജ്യത്തുള്ളത്. അതുകൊണ്ട് തന്നെ ചെറിയൊരു വിഭാഗത്തിനെ സ്പോൺസർ ചെയ്ത് രാജ്യത്തെ ഭരണ സംവിധാനത്തെ അട്ടിമറിക്കാൻ അമേരിക്കയുടെ നേതൃത്വത്തിൽ ഉള്ള ഒരു പരിപാടിയെയും അവർ സ്വീകരിക്കില്ല, നടപ്പാക്കാൻ തയ്യാറാകില്ല. വെനസ്വേലയിൽ പ്രസിഡന്റിനെ തടവിലാക്കിയിട്ടും തങ്ങൾ ലക്ഷ്യമിട്ട റെജിം ചേഞ്ച് നടപ്പാക്കാനാവാതെ നാണം കെട്ട് നിൽക്കുകയാണ് അമേരിക്ക. അതിനേക്കാൾ ദയനീയമാണ് ഇറാനിൽ നിന്ന് പിന്മാറേണ്ടി വന്ന സാഹചര്യം. അതിന് ഒടുവിൽ ഇപ്പോൾ ഗ്രീൻലാൻഡിൽ നിന്ന് കനത്ത ആഘാതം നേരിട്ടുകൊണ്ടിരിക്കുന്നത്. ഗ്രീൻലാൻഡ് പിടിച്ചെടുക്കുന്നതിനെ എതിർക്കുന്ന രാജ്യങ്ങൾക്കെല്ലാം ചുങ്കം വർദ്ധിപ്പിച്ച് ട്രംപ് പഴയൊരു പാളിപ്പോയ ഭീഷണി പരീക്ഷണം ആവർത്തിച്ചിരിക്കുകയാണ്. എതിർക്കുന്ന 8 യൂറോപ്യൻ രാജ്യങ്ങൾക്ക് 10% തീരുവ ചുങ്കമാണ് പ്രഖ്യാപിച്ചത്. എന്നിട്ട് യൂറോപ്യൻ രാജ്യങ്ങൾ പേടിച്ചോ? എവിടെ? അവർ ഡെൻമാർക്കിന് കൂടുതൽ സൈനിക സഹായം നൽകിക്കൊണ്ടിരിക്കുകയാണ്. നാറ്റോ അംഗമാണ് അമേരിക്ക. അതുപോലും നോക്കാതെ ഗ്രീൻലാൻഡ് പിടിച്ചെടുക്കുന്നതിനെതിരെ സൈനിക സഹായം തുടരുമെന്ന് ബാക്കി നാറ്റോയിലെ അംഗങ്ങളായ രാജ്യങ്ങളെല്ലാം കൂടി
പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ഡെൻമാർക്ക്, ഫിൻലൻഡ്, ഫ്രാൻസ്, ജർമ്മനി, നെതർലാൻഡ്, നോർവേ, സ്വീഡൻ, UK തുടങ്ങിയ രാജ്യങ്ങളോടാണ് ട്രംപ് ചുങ്ക വെല്ലുവിളി നടത്തിയിട്ടുള്ളത്. ഈ പശ്ചാത്തലത്തിൽ യൂറോപ്യൻ രാജ്യങ്ങൾ യോഗം ചേർന്ന് താരിഫ് നടപടികൾക്ക് തിരിച്ചടി നൽകണം എന്ന് തീരുമാനിക്കുകയും ചെയ്തു. ട്രംപിന്റെ നടപടി ബ്ലാക്ക് മെയിലിംഗ് ആണ് എന്ന് വിലയിരുത്തി യോഗം ട്രംപിന്റെ നീക്കത്തിനെതിരെ സംയുക്ത പ്രസ്താവനയും പുറത്തിറക്കി. ഡെൻമാർക്കിനോടും ഗ്രീൻലാൻഡിലെ ജനങ്ങളോടും ഞങ്ങൾ ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുന്നു. പരമാധികാരത്തിന്റെയും പ്രാദേശിക സമഗ്രതയുടെയും തത്വങ്ങളെ അടിസ്ഥാനമാക്കി സംഭാഷണങ്ങൾക്ക് തയ്യാറാണ് എന്ന് സംയുക്ത പ്രസ്താവനയിൽ രാജ്യങ്ങൾ വ്യക്തമാക്കിയിട്ടുണ്ട്. അധിക നികുതി ചുമത്തുന്നത് അന്താരാഷ്ട്ര നിയമങ്ങളുടെ ലംഘനമാണ് എന്നും പരസ്പര ബന്ധത്തെ ഇത് ദുർബലമാക്കുമെന്നും യൂറോപ്യൻ യൂണിയൻ പ്രസിഡന്റ് ഉർസുല വോൺ ഡെർ ലെയ്ൻ പറഞ്ഞു. പ്രധാന നേതാക്കളെല്ലാം രോഷത്തോടെയാണ് അമേരിക്കയ്ക്കെതിരെ പ്രതികരിച്ചത്. ഗ്രീൻലാൻഡ് പിടിച്ചെടുക്കുന്നത് തെറ്റാണെന്നും എതിർക്കുന്നവർക്കെതിരെ നികുതി ചുമത്തുന്നത് അതിലും വലിയ തെറ്റാണ് എന്നും ഇറ്റാലിയൻ പ്രധാനമന്ത്രി ട്രംപിന്റെ ഏറ്റവും അടുത്ത സുഹൃത്ത് ജോർജിയ മെലോണി പറഞ്ഞു. നാറ്റോ സഖ്യകക്ഷികൾക്ക് മേൽ തീരുവ ചുമത്തുന്നത് തെറ്റാണെന്ന് ബ്രിട്ടീഷ് പ്രധാനമന്ത്രി കെയ്ൻ സ്റ്റാമർ പ്രഖ്യാപിച്ചു. ഗ്രീൻലാൻഡിനെ കുറിച്ചുള്ള ബ്രിട്ടന്റെ നിലപാട് വ്യക്തമാണ്. ഇത് ഡെൻമാർക്കിന്റെ ഭാഗമാണ്. അതിൻ്റെ ഭാവി ഗ്രീൻലാൻഡുകാരുടെയും ഡെൻമാർക്കുകാരുടെയും കാര്യമാണ്. ഈ നിലപാട് ഞങ്ങൾ എപ്പോഴും എടുത്തിട്ടുള്ളതാണ്, ഇനിയും എടുക്കും. അതിന്മേൽ ആര് കടന്നാക്രമിച്ചാലും എതിർക്കും എന്നാണ് കെയ്ൻ സ്റ്റാമർ ഈ സാഹചര്യത്തിൽ നിലപാട് വ്യക്തമാക്കിയത്. ഗ്രീൻലാൻഡിന്റെ പേരിൽ അധിക തീരുവ അസ്വീകാര്യമാണ് എന്നും ഭീഷണിക്ക് വഴങ്ങില്ലെന്ന് ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മക്രോൺ പറഞ്ഞു. മക്രോൺ നേരത്തെ തന്നെ ട്രംപുമായിട്ട് ഉടക്കിലാണ്. ഒപ്പം ട്രേഡ് ബസൂക്കയിലൂടെ ട്രംപിന് തിരിച്ചടി കൊടുക്കണം എന്ന നിലപാടും മക്രോണിനുണ്ട്. നേരത്തെ മറ്റൊരു ആശയം വന്നത് നാറ്റോയിൽ നിന്ന് അമേരിക്കയെ പുറത്താക്കണമെന്നാണ്. അത് പ്രായോഗികമായും നടക്കുന്ന കാര്യമല്ലെങ്കിൽ പോലും അതിന് പിന്നാലെ കുറച്ചും കൂടി പ്രാക്ടിക്കലായ തീരുമാനങ്ങളിലേക്ക്, തിരിച്ചടിയിലേക്ക് കടക്കാനുള്ള നീക്കമാണ് മക്രോണിൻ്റെ നിർദ്ദേശത്തിനുള്ളത്. ട്രേഡ് ബസൂക്ക. ഫ്രാൻസ് അടക്കമുള്ള ചില രാജ്യങ്ങൾ ഈ നിലപാട് എടുക്കുന്നുണ്ട് എങ്കിലും യൂറോപ്പിൻ്റെ ഒരു വ്യാപാര പ്രതിരോധ നടപടി എന്ന നിലയിൽ ട്രേഡ് ബസൂക്ക കൈക്കൊള്ളുമ്പോൾ അത് കുറച്ചും കൂടി ഗൗരവത്തിൽ ആലോചിച്ചതിന് ശേഷം മതി എന്നാണ് ഇറ്റലിയെ പോലുള്ള രാഷ്ട്രങ്ങൾ പറയുന്നത്. ട്രേഡ് ബസൂക്ക എന്ന് പറഞ്ഞാൽ ആൻറ്റി കോർഷൻ ഇൻസ്ട്രുമെൻറ്റ് 2023 അന്തിമമായി രൂപപ്പെടുത്തിയ ഒരു തന്ത്രമാണ്. ACI എന്ന ചുരുക്കപ്പേരിലും അറിയപ്പെടുന്നത്. ട്രേഡ് ബസൂക്ക ഏർപ്പെടുത്തിയാൽ യൂറോപ്യൻ യൂണിയൻ വിപണിയിലേക്ക് അമേരിക്കൻ ഉൽപ്പന്നങ്ങളുടെ പ്രവേശനത്തിന് നിയന്ത്രണം ഏർപ്പെടുത്താനോ തടയാനോ കഴിയും. അപ്പോൾ അമേരിക്കക്ക് അത് തിരിച്ചടി അവരുടെ വരുമാനത്തെ ബാധിക്കും. ഇമ്മാനുവൽ മാക്രോണിൻ്റെ ഈ നിർദ്ദേശം ഇറ്റലി അടക്കമുള്ള രാജ്യങ്ങൾ പിന്തുണക്കുമോ എന്ന കാര്യത്തിൽ ഇപ്പോഴും അന്തിമ തീരുമാനമായിട്ടില്ല. അതുകൊണ്ട് ട്രേഡ് ബസൂക്ക പ്രയോഗിച്ചാൽ എന്താണ് സംഭവിക്കുക, അല്ലെങ്കിൽ അതിലേക്ക് കടക്കാൻ പറ്റുമോ എന്നുള്ള തീരുമാനം പറയാറായിട്ടില്ല. പക്ഷേ ട്രേഡ് ബസൂക്ക പ്രയോഗിച്ചാൽ ട്രംപിൻ്റെ നീക്കത്തിന് ചരിത്രത്തിലെ ഏറ്റവും വലിയ തിരിച്ചടിയാണ് ഉണ്ടാവുക. അതിനു മുമ്പ് പ്രശ്നം രമ്യമായി പരിഹരിക്കാൻ അമേരിക്ക തന്നെ മുൻകൈയെടുക്കാനാണ് സാധ്യത എന്നുള്ളതാണ്. അതേസമയം തന്നെ വെനസ്വേലയുടെയും ഇറാൻ്റെയും പരമാധികാരത്തിന്മേൽ ട്രംപ് കൈകടത്തിയപ്പോൾ ഉണ്ടായതിലും രൂക്ഷമായ പ്രതികരണമാണ് ഗ്രീൻലാൻഡിൻ്റെ കാര്യത്തിൽ ഉണ്ടായത്. ഗ്രീൻലാൻഡിലേക്കുള്ള പദ്ധതി പ്രഖ്യാപിച്ചപ്പോൾ തന്നെ നാറ്റോ രാജ്യങ്ങൾ സംഘടിച്ചു. മാത്രമല്ല ഡെൻമാർക്കിന് സൈനിക സഹായവും നൽകി. നാറ്റോ അംഗം എന്ന നിലയിൽ അമേരിക്ക നടത്തിയ നീക്കം കടുത്ത വിശ്വാസ ലംഘനമാണ് എന്ന പൊതുവികാരമാണുള്ളത്. ഇനിയും ഈ രീതി അനുവദിച്ചു കൊടുത്താൽ നാളെ ഏത് പ്രധാന രാജ്യത്തിന് നേരെയും അമേരിക്കയുടെ നീക്കം ഉണ്ടാകും എന്ന വിലയിരുത്തലും വരുന്നുണ്ട്. ഗ്രീൻലാൻഡിൻ്റെ കാര്യത്തിൽ പിന്തിരിയേണ്ടി വരുന്ന സാഹചര്യമാണ് നിലവിൽ അമേരിക്കയ്ക്ക് മുന്നിലുള്ളത്. ഇത്ര കടുത്ത പ്രതിരോധം ട്രംപും പ്രതീക്ഷിച്ചതല്ല. വെനസ്വേലയിൽ പ്രസിഡന്റിന്റെ കിഡ്നാപ്പിങ്ങിന് ശേഷം കൈപൊള്ളിയ ട്രംപ് ഇറാനിൽ നിന്ന് പിന്തിരിഞ്ഞോടേണ്ടി വന്നു. ഇപ്പോൾ ഗ്രീൻലാൻഡിലും ഇത് ആവർത്തിക്കുന്ന ഘട്ടത്തിലേക്കാണ് കടക്കുന്നത്. അങ്ങനെയുള്ള സാഹചര്യത്തിൽ US ആഭ്യന്തര പ്രതിഷേധം, എതിർപ്പ്, സെനറ്റിലെ എതിർപ്പ് അടക്കം വർദ്ധിക്കും. ഇനി എന്താണ് എന്ന് കാത്തിരുന്നത് തന്നെ കാണാം. നന്ദി, നമസ്കാരം.